നേരത്തെ നമ്മൾ പത്തനംതിട്ടയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയിരുന്നു അല്ലേ? അത് ഏഴിക്കാട് ഉന്നതിയിലെ പട്ടികജാതി കുടുംബങ്ങൾ കഴിയുന്നത് വായനശാലയിലും നഴ്സറിയിലുമാണ് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ എത്തി പ്രവീൺ പുരുഷോത്തമൻ അവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അത് അധികാരികൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. നമ്മളത് MLA അറിയിക്കാമെന്ന് പറഞ്ഞു. MLA ഇപ്പോഴും ആശുപത്രി വിട്ടിട്ടില്ല. പ്രേക്ഷകർക്കറിയാമല്ലോ, അബിൻ വർക്കി അപകടത്തിന് ശേഷം ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ആശുപത്രി ഡിസ്ചാർജ് ചെയ്യും തോന്നുന്നു. നമുക്ക് എന്തായാലും MLA ടെലിഫോൺ ലൈനിലുണ്ട്, ഒന്ന് സംസാരിക്കാം. അബിൻ വർക്കി ഉണ്ട്. അബിൻ, വെരി ഗുഡ് മോർണിംഗ്. അബിൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഹെൽത്ത് ഓക്കെ ആയി വരുന്നു. കൈക്ക് ഒരു പരിക്കുണ്ട്, തലയിലെ പരിക്ക് കുഴപ്പമില്ല, അത് മുറിവ് മാത്രമാണ് ഉള്ളത്. അന്നത്തെ CCTVയുടെ ഇടി കാണുമ്പോഴാണോ അയ്യോ ഒന്ന് വലിയ ഇടിയാണല്ലോ എന്ന് തോന്നിയത്? നമ്മൾ ആദ്യം വിചാരിച്ചു ചെറിയൊരു തട്ടലായിരുന്നു എന്നാ വിചാരിച്ചത്. അല്ലാതെ സാമാന്യം വലിയ ഇടിയായിരുന്നു. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വന്ന വണ്ടി നിയന്ത്രണം വിട്ട് ഡയറക്റ്റായി ഞാനിരുന്ന ഭാഗത്തായിട്ട് ഹിറ്റ് ചെയ്യുമായിരുന്നു. വലിയ ഇടിയായിരുന്നു. എയർ ബാഗ് ഒക്കെ 7 വന്ന് വലിയ ഇടിയായിരുന്നു. ഒരുപക്ഷെ എയർ ബാഗ് ഉള്ളത് കൊണ്ടാണ് വലിയ പരിക്കില്ലാതെ പോയതല്ലേ? അതെ, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എയർ ബാഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ പരിക്കില്ലാതെ അവസാനിച്ചത്. ഇന്ന് ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോഴേ ഇവിടെ ഈ ഒരു ഉന്നതിയിൽ പോയിരുന്നു. അതായത് പത്തനംതിട്ട ഏഴിക്കാട് ഉന്നതിയിലെ കുടുംബങ്ങൾ അവിടെ വായനശാലയിലും നഴ്സറിയിലുമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കഴിയുന്നത്. കാരണം മറ്റേ ക്യാമ്പുകൾ കുറച്ച് അകലെയാണ്. ഇവർക്ക് ഈ പശുവിനെ ഒന്നും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി സൗകര്യം ഇവിടെ ആയതുകൊണ്ട് അവരവിടെ 10 കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ വേണമെന്നൊരു ആവശ്യം അവരിപ്പോൾ നമ്മുടെ റിപ്പോർട്ടറോട് ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഏഴിക്കാടിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഉന്നതികളിൽ ഒന്നാണ്. രണ്ടാമത്തെ വലിയ ഉന്നതിയാണ് ഏഴിക്കാട്. അവിടെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സന്ദർശിച്ച ഉന്നതിയാണ് ഈ ഏഴിക്കാട്. അപ്പോൾ അവിടെ ഇപ്പൊ നിലവിൽ 5 ക്യാമ്പുകളാണുള്ളത്. ഞാൻ തന്നെ നേരിട്ട് ഏഴിക്കാട് ഉന്നതിയിൽ പോയിരുന്നു. അവിടെ പലരും മാറാൻ തയ്യാറാവാത്തവരോടൊക്കെ ഞാൻ തന്നെ നിർബന്ധിച്ച് പലരെയും ക്യാമ്പിട്ട് കൊണ്ടുപോയതാണ്. ഈ 5 ക്യാമ്പുകളിലുമായിട്ട് ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ട്. അവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ ഉടനെ തന്നെ ഇപ്പോൾ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് മുഴുവൻ ഇപ്പോൾ തന്നെ ചെയ്തോളാം. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം അവിടെ ഇനിയും ക്യാമ്പുകളിൽ സ്ഥലമുണ്ട്. കാരണം ഇപ്പോൾ മാർത്തോമ ഹാളിന്റെ ക്യാമ്പിലൊക്കെ ഇനിയും സ്ഥലമുണ്ട്. കാരണം അവിടെ ഇനിയും ആളുകൾക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച പോലെ തന്നെ പലരും ഈ മൃഗങ്ങളെയൊക്കെ ഈ വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ വിട്ടുവരാനുള്ള ഒരു വിമുഖതയുണ്ട് പലർക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ആടില്ലാതെ വരില്ല എന്ന് പറഞ്ഞു. അതായത് 2ാമത്തെ നിലയിൽ ഒരു ഒറ്റനില വീടാണ്. അതിന്റെ ഒറ്റനില മുഴുവൻ മുങ്ങി ഈ മുകളിലേട്ട് വെള്ളം കയറാൻ നിൽക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ പോയി വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്താൽ ആടില്ലാതെ വരാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ ആടിനെയും അദ്ദേഹത്തെ ഒന്നിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ അങ്ങനെ വളർത്തുമൃഗങ്ങളെ വിട്ടുപോരാൻ പറ്റാതെ അങ്ങനെ ഒരു വിമുഖത കാണിക്കുന്ന പല ആളുകളുണ്ട്. അത് അവരുടെ കുറ്റമല്ല, അവർ ആ മൃഗങ്ങളെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് ഏതാണ് സാഹചര്യം എന്ന് നോക്കി ഉടൻ തന്നെ ഞാൻ കളക്ടറുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളും അവർ പ്രധാനമായിട്ടും ഭക്ഷണം വയ്ക്കുന്നില്ല. അവരിപ്പം അതിപ്പോ തന്നെ ക്രമീകരണം ചെയ്തോളാം. അതിപ്പോ എന്ത് തന്നെയാണെങ്കിലും അതിപ്പോ തന്നെ ക്രമീകരണം ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. അബിൻ വർക്കിയാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടേക്ക് ഇപ്പോൾ തന്നെ സാധനങ്ങൾ എത്തിക്കും. നമുക്ക് അവിടെയുള്ള 10 കുടുംബങ്ങളാണ്, ഒരു 30-35 പേര് വരുമായിരിക്കും. അവർക്ക് 3 നേരവും ഭക്ഷണം വയ്ക്കുന്നതിനുള്ള സാധനങ്ങൾ വേണം. 2-3 ദിവസത്തേക്കുള്ളത് മതി. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകുമ്പോൾ അവർ തിരിച്ചു പോകും. പ്രശ്നം അവർക്കൊന്ന് വീട്ടിൽ പോയി ഇടയ്ക്ക് ഈ മൃഗങ്ങളെ നോക്കണം. അതുകൊണ്ടാണ് അവർ ദൂരെയുള്ള ക്യാമ്പുകളിലേക്ക് പോകാത്തത് എന്നാണ് അവിടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്. അല്ലാതെ സർക്കാരിൻ്റെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല. സർക്കാരിൻ്റെ ക്യാമ്പുകൾ അവിടെയുണ്ട്. ഇപ്പോൾ തന്നെ അബിൻ പറഞ്ഞതനുസരിച്ച് മാർത്തോമ ഹാളിലാണെങ്കിൽ കുറച്ച് സ്ഥലവുമുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടിനടുത്താവുമ്പോൾ ഒന്ന് പോയി ഇടയ്ക്ക് പശുവിനെയോ കോഴിയോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം, അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി അതിന് വേണമെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വരാം. വീടാണെങ്കിൽ വെള്ളം കയറി കിടക്കുക.